നൂബിയ എന്ന ബ്രാൻഡിന്റെ നൂബിയ ഫ്ലിപ്പ് 2 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്ലാംഷെൽ ഫോൾഡബിൾ ഫോണാണ്. എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൾഡബിൾ ഫോൺ കൂടിയാണ് ഇത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നൂബിയ ഫ്ലിപ്പ് 2 എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 2 ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. ഉള്ളിൽ 6.9 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിലായിട്ട് 3 ഇഞ്ചിന്റെ ഒരു കവർ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിന്റെ റെസൊല്യൂഷൻ വരുന്നത് 422x682 ആണ്. ഇപ്പം പഴയ വേർഷനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ ഒരു കവർ ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ വില വരുന്നത് 35,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫോൾഡബിൾ ഡിസ്പ്ലേ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫോൾഡബിൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.5 mm ആണ്. പിന്നെ IP42 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300X എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു പ്രോസസർ ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ച പ്രോസസർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് അല്ല, ഫോൾഡബിൾ ഡിസ്പ്ലേ എന്നുള്ള കാര്യമാണ്. ഫോൾഡബിൾ ഡിസ്പ്ലേ വരുന്നു എന്നുള്ള കാര്യം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. എന്തായാലും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല ഇത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 6GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ടൈമിലേക്ക് ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 15 സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 MP ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ 32 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4300 mAh ബാറ്ററിയാണ് വരുന്നത്. ഫോൾഡബിൾ ഫോൺസിന്റെ കാര്യത്തിൽ തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ PD 3.0 ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അത്രേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ജപ്പാനിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ഫോൾഡബിൾ ഡിസ്പ്ലേ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫോൾഡബിൾ ഡിസ്പ്ലേ കിട്ടുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ബാക്കി ഫീച്ചേഴ്സ് ആവറേജ് ആയിട്ടുള്ള തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്നും പറയാവുന്നതാണ്. വളരെ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡബിൾ ഡിസ്പ്ലേ കിട്ടുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. നൂബിയയുടെ ഗെയിമിംഗ് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറുണ്ട്. പക്ഷെ വേറെ സീരീസിൽ വരുന്ന ഫോണിൽ അധികം ലോഞ്ച് ചെയ്യാറില്ല. ഈ ഒരു ഫോണും ലോഞ്ച് ചെയ്തോളണം എന്നില്ല. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി അഥവാ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിംഗിൽ ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. വില കുറച്ചുകൂടി കൂടാനും ചാൻസ് ഉണ്ട്. എന്തായാലും നൂബിയയുടെ ഫ്ലിപ്പ് 2 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലൊരു സ്മാർട്ട് ഫോണൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.